സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനന്തർ വ്ളോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നലെ നമ്മൾ ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അത്ര നാട്ടിൽ വന്നിട്ടുണ്ട്. സോ അത്തറിനെ മീറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്ത് നിന്നിട്ട് അവിടുന്ന് എവിടെ സ്ഥലം അവിടെ മാമലക്കണ്ട. ഓക്കെ, അപ്പോൾ 2 വ്ളോഗായിട്ടുള്ള പ്ലാനില്ല, 2-3 വ്ളോഗായിട്ട് വരും. ഓക്കെ, സോ നമ്മളവിടെ 2 ദിവസം സ്റ്റേ ഉണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഓക്കെ, എറണാകുളത്തിനുള്ള മെമു ആണ്. സോ നമുക്ക് എറണാകുളത്ത് നിന്നിട്ട് ബാക്കിയുള്ളവരെ പിക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, സുഖല്ലേ? വാട്ട് അൺഎക്സ്പെക്ടഡ്. സോ നമ്മള് എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ പട്ടിസാർ മരിക്ക എന്തുകൊണ്ട് ഫുൾ പട്ടികൾ, വെല്ലിട്ട പട്ടി. ഇത് നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അടുത്ത അവന്റെ ഫ്രണ്ട്, മറ്റവന്റെ ഫ്രണ്ടായവൻ. സോ നമ്മള് ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മള് എറണാകുളത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ നമ്മളെ സ്റ്റേഷനിൽ. സോ നമ്മള് വ്ലോഗ് എടുക്കുന്നതിന് നമ്മുടെ S25 അൾട്രയിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് മറ്റേ വീഡിയോയും ഇതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം കാണും. സോ നല്ല ക്വാളിറ്റിയിലൊരു വ്ളോഗ് ഈ വട്ടം വരും. 1 അല്ല 2 വ്ളോഗ് വരും. പിന്നെ കുറച്ച് കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കണ്ടന്റ് വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യണം. അത് കണ്ടന്റ് ഒന്ന് പ്ലാൻ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട്. അതുകൂടെ രാവിലെ രാത്രി സമയമില്ലേ? അതാ. സോ അപ്പോൾ നമ്മൾ ഇതുവരെ പോയ പോലെ ഒരു ട്രിപ്പ് ആയിരിക്കും ഇത് നമ്മൾ ഫുള്ളി വെറൈറ്റി ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എടുക്കാനുള്ളൊരു ഇതാണ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവിടെ മഴക്കാറ് നടക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ മാമലക്കണ്ടം. സോ ഗൈസ്, എറണാകുളത്ത് അതുകൊണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ശരിയല്ല, ഞാൻ രാവിലെ പോയതാ. 5 മണിക്ക് പോയിന്നും പറഞ്ഞാ വീട്ടിലോട്ട് പോയത്. നീ പോടാ. നാണം വന്നാ പുതിയത് ഇത്രയും നാള് BC-യില് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആള് ഫൈനലി ഓട്ടോയിൽ പോന്നാ. എടാ, ഇതിനെന്ത് സ്പേസ് ഉണ്ടല്ലോ. പിന്നെ 250 MB. കിടക്കല്ലേ ഏറ്റവും 250 MB അത്ര ഇടിച്ചല്ലേ കാരണം ലൈവായിട്ട് ഉഴപ്പം എത്രയൊന്നും മിണ്ടാത്തെ? ഞാൻ മിണ്ടിക്കൊണ്ടല്ലേ. നീ ആള് വന്നു കഴിഞ്ഞപ്പോ നീ ഭയങ്കര സൈലന്റ് ആണല്ലോ. പുതിയ കലോറി എന്താണ് എന്റെ ഫോണിൽ ഞാനല്ലേ അയച്ചു തരുന്നത്. ഭീഷണി. 2 പേർക്ക് ഇവിടെ ചിരിച്ചു കാണിക്കുന്നെങ്കിൽ വൈക്ലബ്ബിയാണ് മുഖത്ത്. എന്തിന്റെയാന്ന് നിങ്ങൾ മനസ്സിലായി കാണും. ആൾക്കാർ കൂടി മിണ്ടൂല. വീട്ടിൽ പേപ്പർ കാറിൽ കയറിയപ്പോഴത്തേക്ക് അളിയെ മാത്രം മിണ്ടുന്നില്ല, ബാക്കി എല്ലാവരും അതേ ഓർക്കുന്നു. എന്റെ പാല് ചെലവാന്ന് ഭയങ്കര. അങ്ങോട്ട് എക്സ്പെൻസ് ആണ് ഭയങ്കര എക്സ്പെൻസ് ആണ്.
എന്ത് വിചാരിക്കുന്നത്? ലോസ് ഏഞ്ചൽസോ? ലോസ് ഏഞ്ചൽസാ? ലോസ് ഏഞ്ചൽസ് എന്നായിരിക്കും. ഇത്രയും നാള് VC-യിലും കമ്പ്യൂട്ടർ ബഗ്ഗായി. നമ്മളെ അനോണിമസ് ദാസപ്പൻ കമ്പ്യൂട്ടർ ബഗ്ഗായി. ഈ സാധനങ്ങളൊക്കെ ആയി പോവാതെ അവര് രണ്ടുപേരും എവിടെ പോവാന്നല്ലേ? കാട്ടില്ല. ടാറ്റാ. പൊക്കിട്ട് വരാം. നിങ്ങളോർക്കും അത് എയർപോർട്ടിലേക്ക് പോവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോവാണ്, ഇവിടെ തുറക്കാൻ പോവാണ്, അപ്പൊ ഏതൊരു പറമ്പ് കാണിക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബാക്കിയുള്ളവർ വരുന്നവരെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന്, എന്നിട്ട് അവിടുന്ന് കുറച്ച് സീനറീസ് ഒക്കെ എടുത്തിട്ട് അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരോട് വന്ന്. സോ നെക്സ്റ്റ് മെമ്പർ റീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, എടാ നീ എന്തിനാ എനിക്ക് 5 മണിക്ക് മെസ്സേജ് അയച്ചു രാവിലെ? എന്ത് എന്ത് പറയാനുള്ള? അവിടെ ഒരാൾ കിടക്ക് തുറക്കുന്നണ്ട. പുള്ളിക്ക് ചെവി വേദനയാ തോന്നുന്നു. പുള്ളി ഇത്രയും നോയ്സിനിടയ്ക്ക് ഉറങ്ങാൻ കാണിക്കുന്ന ഒരു ഇത് കണ്ടോ? ശുഷ്കാന്തി ചെവിയൊക്കെ അടച്ചു വെച്ചാണ് പറഞ്ഞത്. ഹോട്ടലില് നേരെ സ്റ്റാൻഡിലോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് നേരെ കോതമംഗലം. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. സോ ബാക്കിയുള്ളവർ പുറയില് വേറെ ഹോട്ടലിൽ വരുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ 2 ഓട്ടോയിലായിട്ട് 4 പേര് വെച്ച് കയറിയിട്ട് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. ഓക്കെ, അവിടുന്ന് പിന്നെ കോതമംഗലം ബസ് കിട്ടിയിട്ട് നേരെ കോതമംഗലം. ഞങ്ങൾ ചെന്ന ഓട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിലൊരു ലിമിറ്റഡ് സ്റ്റോപ്പിൻ്റെ ഒരു കോതമംഗലം ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതിൽ കയറിയിട്ട് നമുക്ക് കോതമംഗലത്ത് എത്തണം. സ്റ്റാൻഡിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. ഒരു ആലുവ ആ ഭാഗത്തൊക്കെ ആയപ്പോഴാണ് ആ ബസ്സിൽ ആൾക്കാരൊക്കെ ആയി തുടങ്ങിയത്. നമ്മളിപ്പോൾ KSRTCയിൽ പോവുകയാണെങ്കിൽ പഴയ പോലെ ഒന്നുമല്ല. നമുക്കിപ്പം ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതേപോലെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഏത് ബസ് സ്റ്റാൻഡിലുള്ളത്? കോതമംഗലം. കോതമംഗലം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. സോ ഗൈസ് 6 മൈൽ ഏത് വണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ ബസ് പോയല്ലേ? ഫാസ്റ്റാ? ഫാസ്റ്റ് നിർത്തത്തൊന്നുമില്ല ചെറിയ സ്റ്റോപ്പിലൊന്നും. സോ പോയി ഇറങ്ങേണ്ട ഒരു കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട് നമ്മളിപ്പോ കറന്റ്ലി. ഇവിടുന്ന് അടിമാലി ബസ്സിൽ കയറിയിട്ട് 6 മൈൽ നിർത്തിറങ്ങണം. നീ ഭയങ്കര ഉറക്കമായിരുന്നല്ലേ? പിന്നെ എന്താ വാപ്പാടെ കടയുണ്ട്. നിന്റെ വാപ്പാന്റെ കട ഇവിടെ ഉണ്ടോ? വാപ്പ ജോലി കിട്ടണേക്ക് മുമ്പ് തുടങ്ങിയാണ്. ഇവന്റെ വാപ്പാന്റെ കട ഇവിടെ ഉണ്ടോ? വാപ്പ ആദ്യം കട തുടങ്ങിയത് ഇവിടെ വാപ്പാടെ നാട്. അങ്ങനെ നീ എവിടെ പോന്നേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് മാമലക്കട്ട എവിടെ അവിടെ എന്താ ഉള്ളേ? 3 ദിവസമൊക്കെ നിക്കാൻ അവിടെ ഒന്നുമില്ല, വെറുതെ പോവാ അവിടെ ഇരിക്കുന്നു, അത്ര തന്നെ. മറ്റേ സ്കൂളുണ്ട്, മറ്റേ സ്കൂളിൽ പഠിക്കാം. ഇവിടെ എന്ത് പരിപാടി? എന്നാ പരിപാടി? 4 ഒരു കടയിൽ കയറിയിട്ട് 50ന്റെ 4 പാക്കറ്റ്. അതിനാ സാധനം. ടിഷ്യൂ. അതെ, അതും ഖത്തറിൽ നിന്നുള്ള ടിഷ്യൂ. സോ ഗൈസ്, നമുക്ക് വേറെ ജീപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ജീപ്പിലാണ് മാമലക്കട്ട പോകുന്നത്. ആടി ഉണ്ടാക്കല്ലേ? ഞാൻ കേറിക്കോളാം. നിങ്ങൾ കേറിട്ട് വീഡിയോ എടുക്കണ്ട. ഞാൻ കേറാം. നിങ്ങൾ എടാ മാറാ കേറിപ്പോടാ. കേറല്ലാണ്.
അല്ല അവൻ ഇരിക്കട്ടെ, എന്നാ വീഡിയോ എടുക്കാൻ പറ്റുമോ, റെക്കോർഡ് ചെയ്യാം. വെറുതെ മടി ഇരിക്കൂ, ബാഗ് മാറ്റി. ഓക്കെ സെറ്റല്ലേ? വെച്ച് എല്ലാരും സെറ്റല്ലേ? പിന്നല്ല. ഇവിടെ എത്ര മിനിറ്റ് എടുക്കും? അരമണിക്കൂർ എടുക്കും? നിങ്ങളവിടെ തന്നെ നമ്മള് എല്ലാരും ഉണ്ട്. കൊല്ലം, കോട്ടയം, മലപ്പുറം, കണ്ണൂർ. പല സ്ഥലത്താണ് ജോലി നമ്മള് ഗെയിമിംഗ് ആണ്. ഗെയിമിംഗ് പിന്നെ നമ്മൾ മല കയറാൻ തുടങ്ങി. അവിടുന്ന് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പം പോയ വഴിക്ക് നല്ല കോടയും നല്ല വ്യൂവും നല്ല മഴയൊക്കെ പെയ്ത് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാൾക്ക് ശേഷം എല്ലാവരും കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ. വെക്കാൻ പറയട്ടെ. പറയൂ. രണ്ട് സംഭാഷണം. അതിന് ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്ത നമ്മുടെ റൂമിന് നമ്മുടെ സ്റ്റേയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേയുടെ അവിടെ കയറുന്ന കുറേ ഓഫ് റോഡ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെയും നടുവൊക്കെ ഇളകിയിരിക്കുക. നമ്മൾ 7 പേര് ഒരു ജീപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. ഓക്കെ, സീനറീസ് ഉണ്ടാ വിഷയല്ലേ? സോ എല്ലാവരും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ ആ വ്യൂ കണ്ടാ? ഭൂമി നോക്കുമ്പോൾ വ്യൂ കണ്ടാ? അവിടെ കണ്ട കോടയൊക്കെ പോകുന്നത്. ഓ, ടോപ്പിൽ കോട പോകുന്നത്. നൈസ്. ഓക്കെ, നമ്മൾ വന്ന ജീപ്പിലായിരുന്നു. ഇപ്പോൾ പേരെന്തായിരുന്നു? അനീഷ്. പട്ടി ഓടാമായിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നോക്കുമ്പോഴുള്ള വ്യൂ കണ്ട നിങ്ങള്? എത്ര ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ ആ ഇത് കണ്ട എന്റെ മോനെ. ചെന്നൈൻ്റെ കടി വാങ്ങും. പട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കുക. കയറി കയറി. സോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. എന്തെങ്ങനെയുണ്ട് അഭിപ്രായം? എന്ത് അടിപൊളി. അല്ല, പുറത്ത് പുറത്ത് പക്ഷെ അത് നൈസ് ആയിരുന്നു കേട്ടോ. അത് നൈസ് സാധനം. അത് ഊഞ്ഞാല് വരിക്കില്ല. സോ നിങ്ങൾക്കിപ്പോൾ ക്യാമ്പ് അറിയത്തില്ല, പക്ഷെ അത് കിടിലമാണ്. നമ്മള് കണ്ണില് കാണുമ്പം സീനാണത്. കുറച്ച് വിഷയമാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നോക്കി ഇവിടം വരെ കേൾക്കാൻ പറ്റും. സോ എത്രത്തോളം ഫോണിൽ ക്യാപ്ചർ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പം സീനാണ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റേ ഇതാണ്. സോ ഞാൻ എപ്പോഴും ഈ സോസ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് കാര്യം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേ ഇതാണ്. നമ്മുടെ സ്റ്റേ. ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. കണ്ടാ? ഓക്കെ, കണ്ടോ? മുന്നിലൊരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പൂൾ. പൂളില് ജെട്ടി ഇട്ടുണ്ടോ? പൂളിൽ ചാടാൻ 6 ജെട്ടി മേടിച്ചത്. 6 ജെട്ടി മേടിച്ചു. 6 ജെട്ടിയും കൊണ്ട്. സോ ഇതാണ് നമ്മുടെ പൂൾ. കണ്ടാ? മഴയൊക്കെ വരുന്നുണ്ട്. പൊയ്ക്കൊല്ലി നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ. സോ ഇതാണ് നമ്മൾ ചെയ്യണ പ്രൈവറ്റ് സ്പേസ്. ഓക്കെ, ഇവിടെ ഒരു ബെഡ് ഉണ്ട്.
പുളിപ്പീൻ കാണാനുള്ള സ്ഥലം കാണിച്ചു. കുളിസിയും കാണുന്നതാണ് ആദ്യം കാണുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവന് അതാ അവിടെ ആ പൂള് കാണാം, നമ്മുടെ പൂള് നടക്കുന്നവനെ കാണാം. ദെൻ ഒരു കെറ്റിലുണ്ട്, കിച്ചണിന്റെ ആവശ്യം. കെറ്റിൽ ചൂടാക്കാൻ വന്നിട്ടുണ്ട്. സോ വാഷ് ബേസൺ, ബാത്റൂം ഒക്കെ നൈസ് ആയിട്ടുണ്ട്. ഇവിടെ പുറത്ത് ടോയ്ലറ്റ് വരുന്നുണ്ട്, ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയാണ് കിച്ചണാന്ന് തോന്നുന്നു. കിച്ചണല്ല, ജസ്റ്റ് ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഏരിയ. കൊള്ളാം, നൈസായിട്ടുണ്ട്. അവിടെ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കുന്ന എന്തോ ആണ് തോന്നുന്നത്. അത് ഫുഡിൻ്റെ ഏരിയ എന്തോ ആണ്, കൈ കഴുകുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. സോ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പുള്ളി ഇതാണ്. ചേട്ടാ വേറെന്തായിരുന്നു? അബിൻ. ഓക്കെ, സ്വന്തം പ്രോപ്പർട്ടിയുടെ പേര് പാരഡൈസ്. പാരഡൈസ്. ചേട്ടൻ സ്വന്തം? അല്ലല്ല, ഓണർ ഇവിടെ എറണാകുളത്തുള്ള ആളാണ്, നമ്മുടെ സുഹൃത്താണ്. ഓക്കെ. സോ മാമലക്കണ്ട വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ നൈസാണ്. റൂം വിത്ത് പൂളാണ് വരുന്നത്. പിന്നെ കുക്കിങ്ങിന് സൗകര്യം അവിടെ ഉണ്ട്, അത്യാവശ്യം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വ്യൂ ആണോ രക്ഷയില്ലാത്ത. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണുമെന്ന് മനസ്സിലാകാൻ അറിയത്തില്ല, ബട്ട് വിഷയമാണത് റിയൽ ലൈഫിൽ. ഓക്കെ ബ്രോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഗൈസ്, പിന്നെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് ബാർബിക്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് കോടയും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഫുള്ള് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഇപ്പം തന്നെ വീഡിയോ 18 മിനിറ്റ് 20 മിനിറ്റോളമായി. അപ്പം ഫുൾ ലെങ്ത് ആണെങ്കിൽ 1 മണിക്കൂറിന് മേലെ പോകും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോയും ബാക്കിയുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 വ്ളോഗ് അടുത്ത് തന്നെ വരും. ഓക്കെ, സോ എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വളരെ വളരെ നല്ലൊരു മീറ്റപ്പ് ആയിരുന്നു.